ഇന്ന് നമുക്ക് കിടില ഒരു പ്രോൺസ് ബിരിയാണി ആയാലോ? ഭയങ്കര സിമ്പിളാണ് വെക്കാനായിട്ട്. ആദ്യം നമ്മൾ പ്രോൺസിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. ശേഷം നമുക്ക് ഒരു പാൻ എടുക്കുക. ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. ഈ പാൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഞാൻ ഒനിയനും അതുപോലെ തന്നെ മുന്തിരിങ്ങയൊക്കെ വറുത്തായിരുന്നു. അതാട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് പ്രോൺസ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു 2-3 മിനിറ്റ് മാത്രം ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അധികമായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ അറിയാലോ പ്രോൺസ് ഇങ്ങനെ റബ്ബർ പോലെ ആകും. ഇനി നമുക്ക് ബിരിയാണി വെക്കാനുള്ള ആ ഒരു ചെമ്പ് വെച്ചിട്ട് ഈ ഒരു വറുത്ത ആ ഒരു എണ്ണ ഉണ്ടല്ലോ പ്രോൺസൊക്കെ, ആ എണ്ണ ആഡ് ചെയ്യുക. പിന്നെ എക്സ്ട്രാ കുറച്ചുകൂടെ എണ്ണ ആഡ് ചെയ്യുക. പിന്നെ സൺഫ്ലവർ ഓയിൽ വേണം ആഡ് ചെയ്യാനായിട്ട്. പിന്നെ കുറച്ച് ഗീയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് സബോള ചേർക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്താൽ സബോള എളുപ്പം സോഫ്റ്റ് ആയി കിട്ടുന്നതാണ്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു ടിപ്പാണല്ലോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുള്ളിയും കൂടെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം കുറച്ച് തക്കാളിയും കൂടെ ആഡ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ 2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ആ ഒരു മസാലയുടെ കുത്ത് മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ പുറകെ നമുക്ക് കുറച്ച് ഗീയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിവിടെ എടുത്തേക്കുന്ന 3 കപ്പ് കൈമ റൈസാണ്. ഇത് നന്നായി കഴുകിയിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് കഴുകണം കേട്ടോ. ഞാനിപ്പോൾ ചേർത്തപ്പോൾ കുറച്ച് വെള്ളം അതിലേക്ക് ആഡായിപ്പോയി. അപ്പം കുറച്ച് പ്രോൺസും കൂടെ വറുത്ത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് ആ ഒരു അരി ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഏകദേശം നമ്മളൊരു 3-4 മിനിറ്റ് ഇങ്ങനെ വഴറ്റി കൊടുക്കുക. ഞാൻ പിന്നെ കുറച്ചുകൂടെ പ്രോൺസ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്ക് ഞാൻ 6 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾ ഏത് ബ്രാൻഡിൻ്റെ കൈമ റൈസാണോ യൂസ് ചെയ്യുന്നത്, ചിലപ്പോൾ ആ ഒരു കവറിൽ അതിൻ്റെ റേഷ്യോ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നോക്കുക. എന്നിട്ട് വേണം ഇങ്ങനെ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നെയ്യ് ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന സബോളയും അതുപോലെ തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഉണക്കമുന്തിരി ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ നമുക്ക് ചേർത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില ചേർക്കാം കേട്ടോ. ഞാനിവിടെ മല്ലിയില ചേർത്തിട്ടില്ല. പിന്നെ നമ്മുടെ പ്രോൺസും കൂടെ ആഡ് ചെയ്യുക. നമ്മുടെ മിച്ചമുള്ള പ്രോൺസും കൂടെ ഇട്ട് ലെയറായിട്ട് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഇത് അടച്ച് വെച്ച് ഒരു 7-8 മിനിറ്റ് കുക്ക് ചെയ്യുക. അതുപോലെ ശ്രദ്ധിക്കുക, നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. എന്നിട്ട് ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റോളം അവിടെ തന്നെ അതങ്ങ് വെക്കുക, തുറക്കാണ്ടിരിക്കുക. അത് കഴിഞ്ഞ് തുറന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ചെമ്മീൻ ബിരിയാണി. ഭയങ്കര സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.